ഹലോ ഫ്രണ്ട്സ്, ഇത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ്. സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ്. കറുത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ. വെളുത്തവാവ് ദിവസങ്ങളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കൂ. എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് ചന്ദ്രൻ്റെ പരിക്രമണത്തിനെ പറ്റിയിട്ടും ഗ്രഹണങ്ങളെ കുറിച്ചിട്ടും ചില കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഈ നീല നിറത്തിൽ കൊടുത്തിരിക്കുന്നതാണ് ഭൂമി. ഇത് ചന്ദ്രൻ, ഇത് സൂര്യൻ. ചന്ദ്രൻ്റെ 4 പൊസിഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇരുട്ടാണ്. അതായത് ഈ ഭാഗത്താണ് സൂര്യൻ്റെ വെളിച്ചം വരുന്നത്. അപ്പോൾ വെളിച്ചം പതിക്കാത്ത ഭാഗം ഡാർക്കായിരിക്കും, ഇരുണ്ട ഭാഗം. ഭൂമിയെ സംബന്ധിച്ച് നൈറ്റ്. ഈ ഭാഗം ഭൂമിയിൽ നൈറ്റാണ്, ഈ ഭാഗം ഭൂമിയിൽ ഡേ ആണ്. ഈ പർപ്പിൾ കളറിൽ കൊടുത്തിരിക്കുന്നത് 4 മനുഷ്യന്മാരാണ് കേട്ടോ. ഭൂമി ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. നമ്മൾ നോക്കുന്നത് ഭൂമിൻ്റെ നോർത്ത് പോളിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ തോന്നും. അതായത് ഈ ഭാഗം ഡേയിലേക്ക് വരും, അതേപോലെ ഈ ഭാഗം നൈറ്റിലോട്ടും പോയിരിക്കും. അപ്പോൾ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഉദയം എന്ന് പറയും. ഉദയം നടക്കുന്നത് ഈ ഭാഗത്താണ്, അസ്തമയമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നൈറ്റ്, ഇവിടെ ഡേ, പകൽ. ഇനി ചന്ദ്രൻ്റെ പൊസിഷൻസ് നോക്കാം. ചന്ദ്രന് 4 പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നുണ്ട്. ചന്ദ്രൻ്റെ ഈ പ്രകാശം തട്ടുന്ന ഭാഗം നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ കാണില്ല, അത് അപ്പുറത്തെ സൈഡാണ്. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ഈ സൈഡ് മാത്രമേ കാണുള്ളൂ. ഈ സൈഡ് ഇരുണ്ട സൈഡായതുകൊണ്ട് അന്ന് ചന്ദ്രനെ കാണില്ല. ആ ദിവസമാണ് അമാവാസി. ഇനി ഇതേ ചന്ദ്രൻ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തും. ഇവിടെ എത്തുമ്പോൾ പ്രകാശം തട്ടുന്ന ഭാഗം ഇതാണ്. ഇത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ദിവസമാണ് പൗർണമി. ഇനി ഈ ചന്ദ്രൻ കറക്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ 50-50 ഭാഗത്തെത്തും. ഈ ദിവസങ്ങളാണ് അർദ്ധചന്ദ്രന്മാരെന്ന് പറയും. ഇത് ചന്ദ്രൻ അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്കുള്ള ഈ യാത്ര ഇതറിയപ്പെടുന്നതാണ് വൃദ്ധി. അതുപോലെ ചന്ദ്രൻ പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്കുള്ള ഈ യാത്ര ഇതറിയപ്പെടുന്നതാണ് ക്ഷയം. ഈ ഭാഗം ക്ഷയം, ഈ ഭാഗം വൃദ്ധി. ചന്ദ്രനും ഇതേപോലെ സഞ്ചരിക്കണം കേട്ടോ. ഭൂമിയുടെ അതേ മോഡൽ തന്നെയാണ് സഞ്ചരിക്കണം വിചാരിക്കുക. അപ്പോൾ ഈ വൃദ്ധിയിൽ അർദ്ധചന്ദ്രനാണ് ഈ കാണുന്നത്. ഇത് ഇയാളുടെ തലയ്ക്ക് നേരെ മുകളിലാണ് വരുന്നത്. ഇയാൾ എവിടെ നിൽക്കണം നോക്കി നോക്ക്, അസ്തമയ സമയത്താണ് വരുന്നത്. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ അസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ വരും. അതേപോലെ ക്ഷയത്തിലെ അർദ്ധചന്ദ്രൻ ഉദയ സമയത്ത് നേരെ തലയ്ക്ക് മുകളിൽ വരും. ഈ ഭാഗം ഉദയമാണ്, ഈ ഭാഗം അസ്തമയാണ്, ഇത് നൈറ്റാണ്, ഇത് ഡേ ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടി. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ അസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ വരും. സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. ഇതാണ് പൗർണമി. സൂര്യപ്രകാശം പതിക്കുന്ന ഈ ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ദിവസമാണ് പൗർണമി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ്. അത് തെറ്റാണ്. അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കറുത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ. അതിന് മുമ്പ് നമുക്ക് ഗ്രഹണത്തിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഭൂമി, ഇതാണ് സൂര്യൻ. ഇത് സൂര്യൻ്റെ പ്രകാശമാണ്. ഈ കാണിച്ചിരിക്കുന്നത് സൂര്യൻ്റെ പ്രകാശമാണ്. ഈ സൈഡിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ തട്ടുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഭൂമിയുടെ ഒരു നിഴൽ വരും. ഈ ഭൂമിക്ക് 2 ടൈപ്പ് നിഴലുണ്ട്. ഡാർക്കായിട്ടുള്ള ഈ നിഴലിനെ പറഞ്ഞ പേരാണ്, ഈ ഭാഗം ഡാർക്ക് നിഴലാണ്, ഇതിനെ പറഞ്ഞ പേരാണ് ഛായ. ഈ ലൈറ്റായിട്ട് കാണുന്ന ഈ നിഴലിനെ പറഞ്ഞ പേരാണ് ഉപഛായ. ഈ നിഴലിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് ചന്ദ്രഗ്രഹണം സംഭവിക്കും. ഈ ഭൂമിയുടെ ഡാർക്ക് നിഴലിൽ ചന്ദ്രൻ വരുന്ന സമയത്ത് പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഈ ഭാഗത്ത് അതായത് ലൈറ്റ് നിഴലിൽ വരുമ്പോൾ ഉപഛായ ചന്ദ്രഗ്രഹണം സംഭവിക്കും. എന്നിട്ട് ചന്ദ്രൻ ഈ രണ്ടിലും കൂടി വരിക, പകുതി ഡാർക്കും പകുതി ഡാർക്കിലും പകുതി ലൈറ്റിലും കൂടി വരുന്ന സമയത്ത് ഭാഗിക ചന്ദ്രഗ്രഹണം നടക്കും. ഇങ്ങനെ 3 ടൈപ്പ് ചന്ദ്രഗ്രഹണമാണ് നടക്കുക. അതായത് ഇവിടുന്ന് വരുന്ന സൂര്യൻ്റെ വെളിച്ചം ഭൂമിയിൽ തട്ടണതുകൊണ്ട് ചന്ദ്രനിലേക്ക് വെളിച്ചം കിട്ടുന്നില്ല, ചന്ദ്രൻ ഡാർക്കിലായി പോകും. അതാണ് ചന്ദ്രൻ്റെ ഗ്രഹണം നടക്കുന്നത്. ഭൂമിയുടെ നേരിൽ ചന്ദ്രനിൽ പതിക്കുന്നു. അങ്ങനെ ചന്ദ്രനെ ശരിക്കും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ചന്ദ്രഗ്രഹണം. ശരിക്കും സത്യത്തിൽ അങ്ങനെയല്ല ഉണ്ടാവുന്നത്.
ഭൂമി കാരണം സൂര്യൻ്റെ ഈ ധവളപ്രകാശം ചന്ദ്രനിൽ വീഴുന്നില്ല. പകരം ചില നിറങ്ങളൊക്കെ വിസരിച്ച് പോയിട്ട് റെഡ് മാത്രമാണ് ചന്ദ്രനിൽ പതിക്കുക ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ചന്ദ്രൻ അന്ന് ഒരു ചുവന്ന കളറിലായിരിക്കും കാണുക. ഇങ്ങനെ സംഭവിക്കുക ഒരു വർഷത്തിൽ 3 തവണയാണ് സംഭവിക്കുക. അതേപോലെ ചന്ദ്രൻ ഇടയിൽ വരും. ചന്ദ്രൻ ഇപ്പുറ സൈഡ് വരുമ്പോൾ ഇതേപോലെ ചന്ദ്രൻ ഒരു നിഴലുണ്ടാക്കും. ഈ ഭാഗത്ത് ചന്ദ്രൻ ഒരു നിഴലുണ്ടാക്കി വിചാരിക്കും. ഈ നിഴലുകളൊക്കെ ഒരു കോൺ ഷേപ്പിലുണ്ടാവും കേട്ടോ. ചന്ദ്രൻ ഒരു നിഴലുണ്ടാക്കും. ആ നിഴൽ ഭൂമിയിൽ പതിക്കും. അതാണ് സൂര്യഗ്രഹണം. ആ നിഴൽ എവിടെയാണോ പതിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്ത് പൂർണ്ണഗ്രഹണം സംഭവിക്കും. അപ്പോൾ ചന്ദ്രൻ ഭൂമിക്കിടയിൽ വരുമ്പോൾ സൂര്യഗ്രഹണം, ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ ചന്ദ്രഗ്രഹണം, ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ സൂര്യഗ്രഹണം, ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ ചന്ദ്രഗ്രഹണം. ഇപ്പോൾ ഇതേപോലെ കുറച്ച് മുമ്പ് നമ്മളൊരു കാര്യം നോക്കി, ഈ വെളുത്ത വാവും കറുത്ത വാവും അമാവാസ്യയും പൗർണമിയും നോക്കി. അതായത് ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ കറുത്ത വാവ്, ചന്ദ്രൻ ഇവിടെ വരുമ്പോൾ വെളുത്ത വാവ്. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കുക, വെളുത്ത വാവ് സമയത്ത് മാത്രമേ ചന്ദ്രഗ്രഹണം ഉണ്ടാവുള്ളൂ, കറുത്ത വാവ് സമയത്ത് മാത്രമേ സൂര്യഗ്രഹണം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ട് എല്ലാ വെളുത്ത വാവ് സമയത്തും ചന്ദ്രഗ്രഹണം ഉണ്ടാവില്ല, എല്ലാ കറുത്ത വാവ് സമയത്തും സൂര്യഗ്രഹണം ഉണ്ടാവില്ല. കാരണം ഭൂമിയുടെയും ചന്ദ്രൻ്റെയൊക്കെ ആംഗിൾ വ്യത്യാസമാണ്. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഒരു സർക്കിൾ വരയ്ക്കും, പക്ഷേ ഒരു പെർഫെക്റ്റ് സർക്കിളൊന്നുമല്ല, ഒരു 5 ഡിഗ്രി ചേഞ്ചസ് ഉണ്ട് ചന്ദ്രൻ്റെയൊക്കെ ഭ്രമണപഥം. അതുകൊണ്ട് കറക്റ്റ് പെർഫെക്റ്റായിട്ട് അലൈൻ ചെയ്ത് വരുന്നത് ഒരു വർഷത്തിൽ 3 തവണയൊക്കെ അലൈൻ ചെയ്ത് വരാറുള്ളൂ. അതുകൊണ്ട് എല്ലാ വെളുത്തവാവ് സമയത്തും ചന്ദ്രഗ്രഹണവും എല്ലാ കറുത്തവാവ് സമയത്തും സൂര്യഗ്രഹണം ഉണ്ടാവില്ല. എന്നാൽ സൂര്യഗ്രഹണം നടക്കുന്ന ദിവസം എല്ലാം കറുത്തവാവായിരിക്കും, ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസം എല്ലാം വെളുത്തവാവായിരിക്കും. ചോദ്യം: വെളുത്തവാവ് ദിവസങ്ങളിൽ മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കൂ. ശരി. കറുത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ. അതും ശരി. എല്ലാ പൗർണമി ദിവസവും ചന്ദ്രഗ്രഹണം ഉണ്ടാവും. അത് തെറ്റ്. എല്ലാ പൗർണമി ദിവസവും ഉണ്ടാവില്ല. വർഷത്തിൽ 3 തവണ ആവറേജ്. ഈ ചോദ്യം നോക്കുക: ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും പ്രതീക്ഷയും ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ്. അത് തെറ്റാണ്. ചന്ദ്രന് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ട സമയം 27 1/3 ദിവസമാണ്. അതേപോലെ പക്ഷേ വൃദ്ധിക്ഷയം സംഭവിക്കാൻ ഏകദേശം 30 ദിവസം, ശരിക്കും പറഞ്ഞാൽ 29.5 ദിവസം വേണം. അത് ശരിക്കും അതിൻ്റെ കൺസെപ്റ്റ് കുറച്ച് ടഫാണ്. സംഭവം നടക്കുന്നത് ഇതുകൊണ്ടാണ്. അതായത് ചന്ദ്രൻ ഇങ്ങനെ ഭൂമിനെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്, അതേസമയം തന്നെ ഭൂമി ഇങ്ങനെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ചന്ദ്രൻ ഇവിടുന്ന് കറങ്ങി ഒരു റൗണ്ട് ഫില്ലാക്കുന്നതിന് മുന്നേ ഭൂമി കുറച്ചിങ്ങോട്ട് പോയിട്ടുണ്ടാവും, കുറച്ചിങ്ങോട്ട് നീങ്ങി നിന്നുണ്ടാവും. അപ്പോൾ പിന്നെ അതും കൂടി കവർ ചെയ്യണം. അതും കൂടി കവർ ചെയ്യാനായിട്ടുള്ളത് കൊണ്ടാണ് 29.5 ദിവസം. അതായത് സൂര്യനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ 29.5 ദിവസം എടുക്കും ചന്ദ്രനെ ശരിക്കും ഭൂമിയെ കവർ ചെയ്യാൻ. പക്ഷെ നമ്മൾ വേറെ വല്ല നക്ഷത്രങ്ങൾ എവിടെയെങ്കിലുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ 27 1/3 ദിവസം എടുക്കുള്ളൂ. അതാണ് ഈ 27 1/3 ദിവസത്തിനെയാണ് ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവ് എന്ന് പറയുക. ഈ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ട് കവർ ചെയ്യുന്ന സമയത്തിനാണ് ഈ വൃദ്ധിക്ഷയങ്ങളൊക്കെ കറക്റ്റായിട്ട് സംഭവിക്കുക. അതായത് പൗർണമി അമാവാസ്യൊക്കെ സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചന്ദ്രൻ്റെ സ്ഥാനം മൂലമാണ് സംഭവിക്കുന്നത്. അത് സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ട് നോക്കുമ്പോൾ 29.5 ദിവസം എടുക്കും. അതായത് ഭൂമി കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗം കൂടി ചന്ദ്രൻ കവർ ചെയ്യണം. ഇതിൻ്റെ ഉത്തരം ഇതാണ്: സൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി കാണാൻ കഴിയുന്ന ദിവസമാണ് പൗർണമി. ശരി. ശരി. വൃദ്ധിയിലെ അർദ്ധചന്ദ്രൻ സൂര്യാസ്തമയ സമയത്ത് തലയ്ക്ക് മുകളിൽ ദൃശ്യമാകും. ശരി. ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവും വൃദ്ധിക്ഷയം ദൃശ്യമാകുന്ന കാലയളവും തുല്യമാണ്. തെറ്റ്. ചന്ദ്രൻ്റെ പരിക്രമണ കാലയളവ് എന്ന് പറഞ്ഞാൽ 27 1/3 ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം സംഭവിക്കുന്ന കാലയളവ് 29.5 ദിവസവുമാണ്. കറുത്തവാവ് ദിവസം മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കുള്ളൂ. ശരി. വെളുത്തവാവ് ദിവസം മാത്രമേ ചന്ദ്രഗ്രഹണം സംഭവിക്കുള്ളൂ. ശരി. എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാവും. തെറ്റ്.